പ്രവാസ ലോകത്തെ വാർത്തകൾ. കാനഡയിലെത്തുന്ന ഇന്ത്യക്കാരുൾപ്പെടെയുള്ള വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വൻ കുറവ്. വിദ്യാർത്ഥികളുടെ എണ്ണം കഴിഞ്ഞ വർഷത്തേക്കാൾ 69% കുറഞ്ഞതായി റിപ്പോർട്ട്. അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ കാനഡയിൽ നിന്ന് പിന്തിരിയുന്നതായി റിപ്പോർട്ട്. 2025 ജൂലൈ വരെ കാനഡയിലെത്തിയ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ 69% കുറവ് രേഖപ്പെടുത്തി. 2025 4,37,000 സ്റ്റഡി പെർമിറ്റുകൾ നൽകാനാണ് IRCC പദ്ധതിയിടുന്നത്. ഇത് 2024 പരിധിയേക്കാൾ 10% കുറവാണ്. 2024 2,93,295 വിദ്യാർത്ഥികളാണ് കാനഡയിലെത്തിയത്. 2024 ജനുവരിക്കും ജൂലൈക്കുമിടയിൽ കാനഡയിൽ എത്തിയത് 1,42,175 വിദ്യാർത്ഥികളായിരുന്നു. എന്നാൽ ഈ വർഷം ഇതേ കാലയളവിൽ കാനഡയിലെത്തിയ വിദ്യാർത്ഥികളുടെ എണ്ണം 44,105 മാത്രമാണ്. 2024 കാനഡ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ സ്റ്റഡി പെർമിറ്റുകൾക്ക് വാർഷിക പരിധി ഏർപ്പെടുത്തിയത്. 2025 ഇത് 10% കുറച്ചു. ഈ നടപടി അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ വരവ് കുറയാനിടയാക്കി. സ്റ്റഡി പെർമിറ്റ് അനുവദിക്കുന്ന നടപടിക്രമങ്ങളും കർശനമാക്കിയിട്ടുണ്ട്. IRCCയിൽ സമർപ്പിക്കുന്ന ഓരോ അപേക്ഷയ്ക്കും പ്രവിശ്യയിൽ നിന്നോ ടെറിട്ടറിയിൽ നിന്നോ ഉള്ള അറ്റസ്റ്റേഷൻ ലെറ്റർ ഇപ്പോൾ നിർബന്ധമാണ്. 2026 അന്താരാഷ്ട്ര വിദ്യാർത്ഥികളും വിദേശ തൊഴിലാളികളും ഉൾപ്പെടെയുള്ള താൽക്കാലിക താമസക്കാരുടെ എണ്ണം രാജ്യത്തെ മൊത്തം ജനസംഖ്യയുടെ 5% പരിമിതപ്പെടുത്താൻ കാനഡയുടെ താൽക്കാലിക കുടിയേറ്റ പദ്ധതി ലക്ഷ്യമിടുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സൗദിയിൽ ടാക്സി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. നിയമലംഘകർ കനത്ത പിഴയും നാടുകടത്തലും നേരിടേണ്ടി വരും. മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾ ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്ന് നിർദ്ദേശം. സേവന നിലവാരം ഉയർത്തുന്നതിനും യാത്രക്കാരുടെ സംരക്ഷണം ഉറപ്പാക്കുന്നതിനുമായി സൗദിയിൽ ടാക്സി മേഖലയിൽ പുതിയ ചട്ടം അവതരിപ്പിച്ചു. പൊതു ടാക്സി, വിമാനത്താവള ടാക്സി മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണ് ട്രാൻസ്പോർട്ട് ജനറൽ അതോറിറ്റി പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. നിയമലംഘനങ്ങൾക്ക് 1,600 റിയാൽ വരെ പിഴ ചുമത്തും. വാഹനം കണ്ടുകെട്ടൽ, 5 മാസം വരെ ലൈസൻസ് സസ്പെൻഷൻ, സൗദി പൗരന്മാരല്ലാത്തവർക്ക് നാടുകടത്തൽ എന്നിവയും പുതിയ നിയമങ്ങളിൽ ഉൾപ്പെടുന്നു. യാത്രക്കാർക്ക് സേവനം നിരസിക്കുക, അംഗീകൃത നിരക്കുകൾ പാലിക്കാതിരിക്കുക, ഔദ്യോഗിക യൂണിഫോം ധരിക്കാതിരിക്കുക എന്നിവയൊക്കെ വലിയ നിയമലംഘനങ്ങളിൽ ഉൾപ്പെടുന്നു. അതേസമയം ഡ്രൈവർ ലൈസൻസുകൾ പുതുക്കുന്നതിലെ കാലതാമസം, മറന്നുവെച്ച സാധനങ്ങൾ തിരികെ നൽകാൻ സാധിക്കാതെ വരിക, ഭിന്നശേഷി യാത്രക്കാരെ സഹായിക്കാതിരിക്കുക എന്നിവ ചെറിയ നിയമലംഘനങ്ങളുടെ ഗണത്തിലാണ്. പിഴ ചുമത്തുന്നതിനു മുൻപ് ചെറിയ നിയമലംഘനങ്ങൾ വരുത്തിയവർക്ക് തിരുത്തുന്നതിനായി സാധാരണയായി 7 ദിവസത്തെ ഗ്രേസ് പീരീഡ് ലഭിക്കും. ഈ മേഖലയിൽ ധാരാളം മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട്. അതിനാൽ പ്രവാസികൾ പുതിയ നിയമങ്ങൾ കർശനമായി പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സൗദിയിലെ പ്രവാസി ഇന്ത്യക്കാർക്ക് പാസ്പോർട്ടുകൾ അനുവദിച്ചു തുടങ്ങി. ഗേറ്റ് സംവിധാനം സുഗമമാക്കുന്നതിന് ഡിജിറ്റൽ പാസ്പോർട്ടുകൾ സഹായിക്കും. മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് ഇത് വളരെ ഉപകാരപ്രദമാകും. ഡിജിറ്റൽ പാസ്പോർട്ടുകളുടെ ഔദ്യോഗിക വിതരണോദ്ഘാടനം ഇന്ത്യൻ കോൺസൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി നിർവഹിച്ചു. 10 വർഷമാണ് പാസ്പോർട്ടിന്റെ കാലാവധി. പാസ്പോർട്ട് ഫീസിൽ മാറ്റമില്ല. 150-ലധികം രാജ്യങ്ങളിൽ പാസ്പോർട്ടുകൾ ഇപ്പോൾ നിലവിലുണ്ട്. കഴിഞ്ഞ വർഷം മുതൽ UAEയിൽ പാസ്പോർട്ടുകൾ ലഭിച്ചു തുടങ്ങിയിരുന്നു. ഔദ്യോഗിക പാസ്പോർട്ട് സേവാ വെബ്സൈറ്റിൽ ഡിജിറ്റൽ പാസ്പോർട്ടുകൾക്കായി അപേക്ഷിക്കാം. മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് പാസ്പോർട്ട് വളരെ ഉപകാരപ്രദമായി മാറും. അതേസമയം സൗദിയിൽ പാസ്പോർട്ട് വിസ സേവനങ്ങൾക്കുള്ള ഔട്ട്സോഴ്സിംഗ് സ്ഥാപനമായ VFSന്റെ സേവന കാലാവധി 1 വർഷത്തേക്ക് കൂടി നീട്ടിയതായി ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് അറിയിച്ചു. VFSന് പകരം നിശ്ചയിച്ച കമ്പനിയുടെ പ്രവർത്തനം ഇതുവരെ തുടങ്ങാത്ത സാഹചര്യത്തിലാണ് കാലാവധി നീട്ടിയത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയും ചൈനയും തമ്മിൽ നേരിട്ടുള്ള വിമാന സർവീസുകൾക്ക് ഞായറാഴ്ച തുടക്കമാകും. കൊൽക്കത്തയിൽ നിന്ന് ഗാങ്ഷുവിലേക്കാണ് ഇൻഡിഗോ ആദ്യ സർവീസ് നടത്തുന്നത്. 5 വർഷത്തിന് ശേഷമാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ നേരിട്ടുള്ള വിമാന സർവീസ് ആരംഭിക്കുന്നത്. ഞായറാഴ്ച രാത്രി 10-ന് കൊൽക്കത്തയിൽ നിന്ന് ഗ്വാങ്ഷുവിലേക്കാണ് ഇൻഡിഗോ ആദ്യ സർവീസ് നടത്തുക. നേരത്തെ തന്നെ ഇന്ത്യയും ഹോങ്കോങ്ങും തമ്മിൽ വിമാന സർവീസുകളുണ്ട്. ഇതിനു പുറമെ ഡൽഹിയിൽ നിന്ന് ഷാങ്ഹായിലേക്കും ഗാങ്ഷുവിലേക്കുമുള്ള സർവീസുകൾ അടുത്ത ആഴ്ച ആരംഭിക്കും. കോവിഡ് കാരണം 2000-ന്റെ തുടക്കത്തിൽ നിർത്തലാക്കുകയും പിന്നീട് കിഴക്കൻ ലഡാക്ക് അതിർത്തി സംഘർഷങ്ങൾക്കിടയിൽ താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്ത വിമാന സർവീസ് സമീപകാല നയതന്ത്ര പുരോഗതിയെ തുടർന്നാണ് പുനരുജ്ജീവിപ്പിക്കുന്നത്. വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നതോടെ ജനങ്ങൾ തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുമെന്ന് സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിച്ചു. ഒപ്പം ഉഭയകക്ഷി ബന്ധം സാധാരണ നിലയിലേക്ക് നീങ്ങുമെന്നും അധികൃതർക്ക് പ്രതീക്ഷയുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.